ദീപകിൻ്റെ മരണത്തിൽ അതിയായ ദുഃഖമുണ്ട്. നമ്മളുമൊക്കെ തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ നമുക്കുമൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളാരും അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ചിട്ടില്ല. ആ പെൺകുട്ടി ചെയ്തത് വളരെ സന്തോഷത്തോടു കൂടി വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കുകയാണ് ചെയ്തത്, അല്ലേ? എനിക്ക് ആ പെൺകുട്ടിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നുന്നത്, ആ പെൺകുട്ടിക്ക് ഇനി അദ്ദേഹം മുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പെൺകുട്ടിക്ക് അത് ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. എന്ത് തന്നെ ആയിരുന്നാലും ആ പെൺകുട്ടിക്ക് നല്ല ഉദ്ദേശമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അപ്പോൾ തന്നെ അയാളെ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ അയാളോട് രൂക്ഷമായൊരു നോട്ടത്തിലൂടെയോ അല്ലെങ്കിൽ രൂക്ഷമായൊരു ഭാഷയിലൂടെയോ അല്ലെങ്കിൽ രൂക്ഷമായൊരു പ്രവൃത്തിയിലൂടെയോ ഒക്കെ അത് കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ തൻ്റെ മൊബൈലിൽ അല്ലെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നു. ഇതൊന്നും വേണ്ടാഞ്ഞിട്ടും തൻ്റെ മൊബൈലിൽ അത് ചിത്രീകരിച്ച് നാട്ടുകാരോട് പറയുകയാണ് ഇതൊരു സ്വഭാവത്തിൻ്റെ വൈകൃതമാണെന്ന് പറയാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു കണ്ടൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വളരെ മോശമായിപ്പോയി. തൻ്റെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ബലിയാടാക്കിയതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇനി ഒരു ദീപകുമാരും ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ധാരാളം നല്ല പുരുഷ സുഹൃത്തുക്കളുണ്ട് എന്ന് വെച്ചിട്ട് മറ്റുള്ള എല്ലാ പുരുഷന്മാരും നല്ലവരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ദുരനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ, അപ്പോൾ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ പ്രതികരിക്കേണ്ട രീതി വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ഇതുപോലുള്ള രീതിയിലൂടെ നമ്മൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു.